വളരെ എളുപ്പത്തിൽ നല്ല രുചികരമായിട്ടുള്ളൊരു നൂഡിൽസ് തയ്യാറാക്കിയാലോ. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഈ നൂഡിൽസ് ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കൂ. ചിക്കൻ എഗ് നൂഡിൽസാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതാ നീളത്തിലുള്ള കുറച്ച് നൂഡിൽസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇത് 500 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ്. ഇതിൻ്റെ പകുതിയും ഞാൻ എടുക്കുന്നുള്ളൂ. പിന്നെ 200 ഗ്രാം ചിക്കനിലേക്ക് കുറച്ച് ഉപ്പ്, കുരുമുളക് പൊടി എല്ലാം കൂടെ ചേർത്തൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതിലേക്ക് 3 മുട്ട വേണം. മുട്ടയും കൂടെ ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഈ നൂഡിൽസിന്. മുട്ട ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ കുറച്ച് വെജിറ്റബിൾസ്, ഞാനിവിടെ ക്യാരറ്റ്, ക്യാപ്സിക്കം, ക്യാബേജ് ഇത് 3ഉം നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു പാനിലേക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. വെള്ളം ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പും 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കേണ്ട, വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. ഇപ്പം വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നൂഡിൽസ് ഇട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് അങ്ങ് വെന്തുടഞ്ഞു പോകരുതേ. ഇതേ ഇപ്പം വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഈ വെള്ളത്തിൽ നിന്നും മാറ്റിയെടുക്കാം. ഞാൻ ഇവിടെ ഒരു അരിപ്പിലേക്ക് മാറ്റിയതിന് ശേഷം കുറച്ച് പച്ചവെള്ളവും കൂടെ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളവും കൂടെ ഒഴിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് നൂഡിൽസ് പെട്ടെന്ന് തയ്യാറാക്കാം. ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് എടുത്ത് വെച്ചിട്ടുള്ള മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഇനി നമുക്കിതങ്ങ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതേ പാനിൽ തന്നെ ഇനി നമുക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മളിതിലേക്ക് മൊത്തത്തിൽ 2.5 ടേബിൾ സ്പൂൺ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അമിതമായിട്ട് ഓയിലൊന്നും വേണ്ട. വെളുത്തുള്ളി ചേർത്ത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഇട്ട് കൊടുക്കാം. ചിക്കനും കൂടെ ചെറുതായിട്ടൊന്ന് ഈ ഓയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുപാട് അങ്ങ് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുക്കാം. ഈ വെജിറ്റബിൾസിന് ആവശ്യമായിട്ട് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ വേറെ പ്രത്യേകിച്ച് എരിവിന് വേണ്ടിയിട്ട് പൊടികളൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ചിട്ടുള്ള കുരുമുളക് പൊടിയും കൂടെ ചേർക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് നേരം വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് നേരം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് സോസുകളായിട്ട് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ഒഴിച്ചു കൊടുക്കാം. സോയാ സോസ് അമിതമായിട്ട് ചേർക്കണ്ട. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ടുള്ള മുട്ടയും കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി വേവിച്ചെടുത്തിട്ടുള്ള നൂഡിൽസും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2 സ്പൂൺ ഇതുപോലെ എടുത്തതിന് ശേഷം അടിയിൽ നിന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഉടഞ്ഞു പോകരുതേ. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ എഗ് നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കൂ.